ഈ സെഷനകത്ത് നമ്മൾ മറ്റൊരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. Maximize z is equal to 4x1 plus 10x2 subject to the constraints 2x1 plus x2 less than or equal to 50, 2x1 plus 5x2 less than or equal to 100, 2x1 plus 3x2 less than or equal to 90, x1 x2 greater than or equal to 0. ഇത് നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ആദ്യം ഞാൻ കൺസ്ട്രെയിൻസിന് മാത്രം മാറ്റം വരുത്താം, അതിനുശേഷം മാക്സിമൈസിന് മാറ്റം വരുത്താം. അപ്പോൾ ഇവിടെ എല്ലാതും നമുക്ക് കിടക്കുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത് സ്ലാക്ക് വേരിയബിൾ ആണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സ്ലാക്ക് വേരിയബിൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 2x1 plus x2 പ്ലസ് ഇവിടെ ആഡ് ചെയ്യുന്ന സ്ലാക്ക് വേരിയബിൾ ആണ് x3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈക്വൽ ടു എന്തായിട്ട് മാറി? 50 ആയിട്ട് മാറി. രണ്ടാമത്തതിൽ 2x1 പ്ലസ് 5x2 ഓൾറെഡി ഇവിടെ x3 ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 0x3 എന്ന് പറഞ്ഞിടുന്നു. പ്ലസ് x4 ഈക്വൽ ടു 100. ഫൈനലി 2x1 പ്ലസ് 3x2 x3 x4 ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 0x3 പ്ലസ് 0x4 പ്ലസ് ഇവിടെ ആഡ് ചെയ്യുന്ന സ്ലാക്ക് വേരിയബിൾ x5 ഇത് ഇറ്റ് ഈസ് ഈക്വൽ ടു 90. അപ്പോൾ ഇവിടെ എല്ലായിടത്തും x5 വരെ വേരിയബിൾ വന്നതുകൊണ്ട് ബാക്കിയുള്ള കൺസ്ട്രെയിൻസിലും x5 വരെയുള്ള വേരിയബിൾസിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 0x3 x4 കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? x5 കിട്ടണമെങ്കിൽ 0x5 എന്ന് പറഞ്ഞ് ഇവിടെ ആഡ് ചെയ്യുന്നു. ഇവിടെ 0x4 പ്ലസ് 0x5. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ് മാറുവാണ്. മാക്സിമൈസ് z is equal to 4x1 plus 10x2 plus 0x3 plus 0x4 plus 0x5 അങ്ങനെ അവിടെ മാറ്റി എഴുതാം. അപ്പോൾ ഈ വേരിയബിൾസ് x1 x2 x3 x4 x5 ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണ്? x1ഉം അതുപോലെ തന്നെ x2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്ന x4 x5 അതും തന്നെയായിരിക്കണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x3 x4 x5 എന്ന് പറയുന്ന ആൾക്കാരും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. അതിൻ്റെ റീസൺസ് ഒക്കെ മുന്നത്തെ സെഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x3 x4 x5 ഇവരെല്ലാവരും എന്താണ്? ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി മാറ്റി. പ്രോബ്ലം മാക്സിമൈസ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിനി കാര്യമായിട്ടൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്? ഇതിനെ മാട്രിക്സ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിനെ മാട്രിക്സ് ഫോമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 2x1 പ്ലസ് x2 പ്ലസ് x3 x4 x5 ഇതിനെല്ലാം കോഷ്യൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തത് 2x1 പ്ലസ് 5x2 പ്ലസ് 0x3 പ്ലസ് x4 പ്ലസ് 0x5 2x1 പ്ലസ് 3x2 പ്ലസ് 0x3 പ്ലസ് 0x4 പ്ലസ് x5. ഓക്കെ, ഇനി അടുത്തത് x എന്ന് പറഞ്ഞിട്ടുള്ള ആ കോളമാണ് നമ്മളുണ്ട്. വെക്ടറിൻ്റെ കോളംസ് ആണ് നമ്മൾ ഇടേണ്ടത്. x1 x2 x3 x4 x5 which is equal to ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എല്ലാം പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. 50 100 90. അപ്പോൾ മാട്രിക്സ് ഫോർമേഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലക്സ് ടേബിളാണ് നമ്മളിനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സിംപ്ലക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ മാട്രിക്സ് ഫോമിനകത്ത് നിന്ന് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കൊണ്ടുവരണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേരിയബിൾ, അതായത് x1 അതുപോലെ x2 എന്ന് രണ്ടിനും എന്ത് ഇട്ട് കൊടുക്കണം? 0 എന്ന് പറഞ്ഞാൽ വാല്യൂ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇക്വേഷൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ x3 ഈക്വൽ ടു 50. അടുത്തത് സെക്കൻഡ് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ x4 ഈക്വൽ ടു 100. x5 എന്ന് പറഞ്ഞ ലാസ്റ്റ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ x5 ഈക്വൽ ടു 90 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം?
സിംപ്ലക്സിൻ്റെ സ്റ്റാർട്ടിംഗ് ടേബിൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ടേബിൾ നമുക്ക് തുടങ്ങാം. ഇത് സ്റ്റാർട്ടിംഗ് ടേബിളാണ്. അപ്പോൾ ടേബിൾ ചിലപ്പോൾ ഒറ്റയടിക്ക് തീരും, ചിലപ്പോൾ തീരില്ല. അപ്പോൾ നമുക്കറിയില്ല എന്താ സംഭവിക്കണമെന്ന്. ചിലപ്പോൾ ഇറ്ററേഷനൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കാം. ആദ്യത്തെ കോളം ഞാൻ എഴുതുന്നു CB, രണ്ടാമത്തെ കോളം YB, മൂന്നാമത്തത് XB, Y1, Y2, Y3, Y4, Y5. ഇതേപോലെ നമുക്ക് CJ നമുക്ക് കിട്ടിയിട്ടുള്ള എന്തൊക്കെയാണ്? CJ 2 ആയിരുന്നില്ല. മാക്സിമൈസ് Z is equal to 4x1 ആണ്. അപ്പോൾ ഇവിടെ 4x1 plus 10x2 plus 0x3 plus 0x4 0x5. അപ്പോൾ നമ്മളിവിടെ വേണ്ട ഹെഡിങ്ങുകളെല്ലാതും എഴുതി വെച്ച് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊക്കെ ഓരോരോ വാല്യൂസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ CB അതുപോലെ YB അതുപോലെ XB ഇത്രയൊക്കെയാണ് നമുക്കിവിടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി വേരിയബിൾ ഉണ്ടായിരുന്ന x1 x2 ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ YB എന്ന് പറയുമ്പോൾ Y3 Y4 അതുപോലെ Y5. ഇതിൻ്റെയൊക്കെ കോഷ്യൻ്റ് എന്തായിരുന്നു? 0 0 0. അപ്പോൾ XBയുടെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് 50 100 90. ഇനി അടുത്തത് നമുക്ക് എന്താണ് കാണേണ്ടത്? ഈ മാട്രിക്സ് അതേപോലെ തന്നെ നമ്മൾ എഴുതി വയ്ക്കാൻ പോവുകയാണ്. 2 1 1 0 0 2 5 0 1 0 2 3 0 0 1. അപ്പോൾ അതത്രേ. ഇനി എന്താണ് വേണ്ടത്? ഇനി നമുക്ക് ZJ മൈനസ് CJ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി വേണ്ടത് ZJ മൈനസ് CJ, അതിൻ്റെ വാല്യൂ ആണ് നമ്മളിനി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ZJ മൈനസ് CJ. അപ്പോൾ അതിത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയതുകൊണ്ട് ഇസഡിൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ എന്ത് വരും? ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടിയത് x1ഉം x2നും 0 കൊടുത്തപ്പോഴാണ്. അപ്പം നമ്മൾ നമ്മളുടെ പ്രോബ്ലത്തിലെ മാക്സിമൈസ് Z is equal to എന്താണ്? 4x1 10x2. അപ്പോൾ അത് രണ്ടും 0 വരും. ബാക്കി എല്ലാ ടൈം എന്താണ്? കോഷ്യൻ്റ് 0 ആയതുകൊണ്ട് 0. അപ്പോൾ ഈ ടേബിളിനകത്ത് നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ ഇപ്പം നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇസഡിൻ്റെ വാല്യൂ നമുക്ക് എപ്പോഴും 0 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടാൻ പോകുന്നത്. ഇനി നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ZJ മൈനസ് CJ എന്ന് പറഞ്ഞ വാല്യൂസാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ZJ മൈനസ് CJ എന്ന് പറഞ്ഞതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? CB YJ മൈനസ് CJ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യം Z1 മൈനസ് C1 എന്ന് പറഞ്ഞ ആളെ കണ്ടുവെക്കാം. അപ്പോൾ CB എന്ന് പറയുന്ന ആൾ നമുക്ക് 0 ഇൻറ്റു 50 0 ഇൻറ്റു 50 പ്ലസ് 0 ഇൻറ്റു 100 പ്ലസ് 0 ഇൻറ്റു 90. അപ്പോൾ CB ഇൻറ്റു YJ എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞു. മൈനസ് CJ, അതായത് C1 എന്ന് പറയുന്ന ആൾ ഇത് CJ ആണെങ്കിൽ ഇതാണ് C1. അപ്പോൾ -4 വിച്ച് ഇസ് ഈക്വൽ ടു -4. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതി? -4 എന്ന് പറഞ്ഞിട്ട് എഴുതി. അടുത്തത് Z2 മൈനസ് C2 ഇസ് ഈക്വൽ ടു 0 സോറി, ഇവിടെ എഴുതിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നില്ല നമുക്ക് എഴുതേണ്ടത്. ഇവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. CB എന്ന് പറയുമ്പോൾ 0 വന്നു.
ഇൻറ്റു y1 ആണ്. y1 എന്ന് പറഞ്ഞാൽ കോളം ഇതായിരുന്നു, അത് മാറിപ്പോയി എനിക്ക്. അപ്പോൾ 0 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 2. ഓക്കെ, എന്നിട്ട് -4 ഇടും. ഈ y2 കാണുമ്പോൾ അപ്പോൾ എന്താണ് 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 5 പ്ലസ് 0 ഇൻറ്റു 3 മൈനസ് 10 which is equal to -10. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? Z3 മൈനസ് C3, Z4 മൈനസ് C4, Z5 മൈനസ് C5 എന്ന് പറഞ്ഞ് കിട്ടണം. ഇതിൻ്റെ എല്ലാറ്റിലും വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. -10, 0, 0, 0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായി മാറി? കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 ടേം എന്താണ്? നെഗറ്റീവുകളാണ്. ബാക്കി YIകളുടെ അവസ്ഥ എന്താണ്? അവരെല്ലാവരും പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മളോട് ചെയ്ത സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ഓർത്ത് റീകോൾ ചെയ്യാം. മാക്സിമൈസ് ആണെന്നുള്ള കാര്യം ഉറപ്പിച്ചു, BI പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഉറപ്പിച്ചു, സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്തു, മാട്രിക്സ് ഫോമിലേക്ക് എഴുതി, അതുപോലെ ZJ മൈനസ് CJ കണ്ടുപിടിച്ചു. ഇനി ZJ മൈനസ് CJയുടെ സൈൻ എന്താണെന്നാണ് നോക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. ഇപ്പോൾ ZA ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമായിരുന്നു, പക്ഷേ ഇവിടെ ഗ്രേറ്റർ അല്ല. ഒരാളെങ്കിലും കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇനി പോവുകയാണ്. ആ പോകുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദർ ആർ മോർ ദാൻ 1 നെഗറ്റീവ് ZJ മൈനസ് CJ, ചൂസ് ദ മോസ്റ്റ് നെഗറ്റീവ് ഐറ്റം. ലെറ്റ് ഇറ്റ് ബി ZJ മൈനസ് CJ for some j equal to R. If all yj are less than or equal to 0, then there is an unbounded solution to the given problem. If at least one yij greater than 0, then the corresponding vector y enters to the basis yn ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് 6th സ്റ്റെപ്പ് വരെ നമുക്കിനി ചെയ്യാം. അപ്പോൾ അതിനുള്ള വർക്കാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഏറ്റവും നെഗറ്റീവായിട്ട് വരുന്ന ആളെ നമ്മൾ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കോളം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചൂസ് ചെയ്ത് നോക്കാം. ഇതാണ് മോസ്റ്റ് നെഗറ്റീവ്, അതായത് -4 ഉണ്ട്, -10 ഉണ്ട്. അതിനകത്ത് -10ന്റെ കോളം നമ്മൾ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം YIJR എന്ന് പറയുന്ന ആളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നോക്കി. അതെല്ലാ ആൾക്കാരും നെഗറ്റീവ് ആണെങ്കിലാണ് നമുക്ക് അത് അൺബൗണ്ടഡ് ആവുക. ഇവിടെ എന്തല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല, അപ്പോൾ അത് അൺബൗണ്ടഡ് അല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ബാക്കി അതിനകത്ത് പറയുന്നുണ്ടോ? If at least one yj are greater than 0, then corresponding vector y enters to the basis yb. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു. xb y ഡിവൈഡഡ് ബൈ yjr. ഓക്കെ, yir. ഓക്കെ, ചൂസ് ദ മിനിമം ഓഫ് ദം. ലെറ്റ് ദ മിനിമം ഓഫ് ദി റേഷ്യോസ് ബി xb k divided by yrk. Then the vector yr will leave the basis. The common element yrj which is in the kth row of the kth column is known as leading element or pivotal element of the table. Okay, അത് നമുക്കിനി ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത ജോലി. അപ്പോൾ ആ റേഷ്യോ, നമുക്ക് എന്ത് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് ഇനി എഴുതുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് XBI divided by YI
ഡിവൈഡഡ് ബൈ, നമ്മളിനിപ്പോൾ ഇവിടെ ഏത് കോളാണ് ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? y2 എന്ന് പറഞ്ഞ കോളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ yi2 മാറിപ്പോയത് yi2 വെച്ചിട്ടാണ് നമ്മളിനി ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് ബി എന്ന് പറയുന്ന ആളോട് ആരാണ്? ഈ റോ നോക്കുവാണെങ്കിൽ 50 ആണ്. y2 എടുത്ത കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1 ആണ്. ഡിവൈഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു 50. അടുത്തത് 100 ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ഐറ്റം 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 20 കിട്ടുന്നു. ഫൈനലി 90 ഡിവൈഡ് ബൈ 30 വിച്ച് ഈസ് ഈക്വൽ ടു 30 അല്ല, ഡിവൈഡ് ബൈ 3. divided by 3 which is equal to 30. ഇതിനെയാണ് നമ്മൾ ZJ മൈനസ് CJ എന്ന് ഇതിനെയാണ് വിളിച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്തുള്ള ഏറ്റവും മിനിമം ഉള്ള റോ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ രണ്ട് വര വരച്ചിരിക്കുന്നത്, അതായത് കോളും ഇത് നമ്മൾ വരച്ചിരിക്കുന്ന മിനിമം നോക്കിയിട്ട് അതിന് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഈ എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ലീഡിങ് എലമെൻ്റ് എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലീഡിങ് എലമെൻ്റ് എന്ന് പറയുന്ന ആൾ. ഇനി ഈ ലീഡിങ് എലമെൻറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടേബിൾ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു വെച്ചു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ZJ മൈനസ് CJ എന്ന് പറയുന്നത് രണ്ട് പേരെന്താണ്? നെഗറ്റീവ് ആണ്. അതിൽ മോസ്റ്റ് നെഗറ്റീവ് 10 ആണ്. അപ്പോൾ നമ്മൾ ആ കോളം നമ്മൾ വരച്ച് ചെയ്തു. ദ കറസ്പോണ്ടിങ് കോളം വെക്ടർ y2 enters the basis. ഓക്കെ, നമ്മൾ ആ തിയറി പാർട്ടിൽ 6th സ്റ്റെപ്പിൽ പറഞ്ഞതാണ്. ഇനി ഫർദർ നമ്മൾ പിന്നെ എന്ത് ചെയ്തു? XBI മൈനസ് yi2 നമ്മൾ കണ്ടുപിടിച്ചു, റേഷ്യോ കണ്ടുപിടിച്ചു. അതിനകത്തുള്ള മിനിമം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ റോ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ആ കോളം റോയും തമ്മിൽ മിക്സ് ആയി വന്നിട്ടുള്ള y22 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞ എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്തു? ആ എലമെന്റിനെ നമ്മൾ കീ എലമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ സോറി ലീഡിങ് എലമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എടുത്തു വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന അതായത് y2 എന്ന് പറയുന്ന ഈ വെക്ടറാണ് എന്ത് ചെയ്യേണ്ടത്? ഇനി ഇവിടേക്ക് വരേണ്ടത്. അത് പുറത്തേക്ക് പോകേണ്ടത് ഇതും. ഇവിടെ നിന്ന് ഇയാൾ ഈ y2 എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ വരും, ഈ y4 എന്ന് പറയുന്ന എലമെന്റ് മാറിപ്പോകും. ഇതാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനായിട്ട് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ ടേബിൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ടേബിൾ ഇപ്പം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ട്രാൻസിഷൻ ഐറ്ററേഷൻസ് ടേബിൾ ഫസ്റ്റ് ഐറ്ററേഷൻ ടേബിൾ. അപ്പോൾ ടേബിൾ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. വാല്യൂസിനകത്ത് മാത്രമാണ് എന്ത് ചെയ്യുക? വ്യത്യാസം വരിക. അപ്പോൾ അതും എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ എഴുതുന്ന അതേ രീതിയിൽ തന്നെ ഹെഡുകൾക്കൊന്നും ഇതില്ല, ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല. അപ്പോൾ ആദ്യം എന്തൊക്കെ വരും? CB, YB, XB, Y1, Y2, Y3, Y4, Y5. CJ വരുന്നു. എന്നൊക്കെ നമുക്ക് എഴുത്ത് കണ്ടിന്യൂ ചെയ്യാം. CJയിലേക്ക് യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല. എന്തൊക്കെയായിരുന്നു അവിടെ എഴുതത്? 4, 10, 0, 0, 0. ഇനി CBയിലേക്ക് നോക്കുവാണെങ്കിൽ മുൻപത്തെ കോളം നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? അത് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളം വെക്ടർ y2 എന്നത് പറഞ്ഞതിനെ എടുത്തു കൊണ്ടുവന്നിട്ട്
റോ വെക്ടർ y4നെ റീപ്ലേസ് ചെയ്യുക. അതായത് ബേസിസിനകത്ത് നിന്ന്, അതായത് yb എന്ന് പറയുന്ന സെറ്റിനകത്ത് നിന്ന് നമ്മളതിനെ റിമൂവ് ചെയ്യണം. അത് മാത്രം ഇവിടെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ റോയിന് വലിയ വിഷയമില്ല, 0 y3. രണ്ടാമത് എന്ത് ചെയ്യണം, y4 എന്ന് പറയുന്ന ആളെ റീപ്ലേസ് ചെയ്യണം. ആരെ വെച്ചിട്ട്? y2 എന്ന് പറയുന്ന ആളെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് വ്യത്യാസങ്ങൾ വരും? അപ്പോൾ ആ റോയും കോളം നമ്മൾ വ്യത്യാസമാണ്. എന്താ ചെയ്യേണ്ടത്? ഇതിനെ എടുത്ത് മാറ്റിയിട്ട് പകരം ഇതിനെ കൊണ്ടുവന്ന് ഇടണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ബി എന്ന് പറഞ്ഞ വാല്യൂ, അതായത് സി ജെ ആയിട്ട് മാറും. അതിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്? ഇവിടെ 10 ആണ്. ആ 10 നമ്മൾ ഇവിടുത്തെ എഴുതി. കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളത് ആരാണ്? y2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ y2 എഴുതി. ലാസ്റ്റത്തേന് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താണ്? 0, അതുപോലെ തന്നെ y5 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ വെക്ടറുകളെ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ റീപ്ലേസിൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിനി വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ y2 എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഫസ്റ്റ് ടേബിളിലേക്ക് നോക്കുക. y2 എന്ന് പറയുന്ന ആളെ നോക്കി. ഇനി 5 എന്ന് പറയുന്ന ആളാണ് നമ്മുടെ എന്ത്? കീ എലമെൻറ്റ് അല്ലെങ്കിൽ ലീഡിങ് എലമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ലീഡിങ് എലമെൻ്റ് നമുക്ക് എന്തായിട്ട് മാറണം? 1 ആയിട്ട് മാറണം, അല്ലെങ്കിൽ യൂണിറ്റി ആയിട്ട് മാറണം. അതുപോലെ തന്നെ y2 എന്ന് പറഞ്ഞതിനകത്തുള്ള ബാക്കിയുള്ള എലമെൻറ്റുകൾ എല്ലാവരും എന്തായിട്ട് മാറണം? നമുക്ക് 0 ആയിട്ട് മാറുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ ആളിനെ 1 ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യണം? 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? അത് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും? ഈ റോനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കാം. അപ്പോൾ 100/5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 കിട്ടി. ഇവിടെ എന്ത് കിട്ടും? 2/5. ഇവിടെ എന്ത് കിട്ടും? 5/5, അതായത് 1. ഇവിടെ എന്ത് കിട്ടും? 0. ഇവിടെ എന്ത് കിട്ടും? 1/5. ഇവിടെ എന്ത് കിട്ടും? 0. ഇത്തരം കാര്യം ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇവിടെ കിടക്കുന്ന എന്താണ്? 3 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കിട്ടിയ ആളിനെയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് ബാക്കി 0 ആക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് 0 ആക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തത് ചിന്തിക്കേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിനെ 1 ആക്കി മാറ്റി. ഇനി ഇവിടെ മുകളിൽ എന്ത് വരണം? 0 വരണം. ഇവിടെ എന്ത് വരണം? 0 വരണം. അപ്പോൾ നമുക്ക് ഓരോ റോ വൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ തൽക്കാലം എപ്പോഴും ടേബിൾ നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഉള്ള വാല്യൂസ് മൊത്തം ഇവിടെ എഴുതി വയ്ക്കുന്നു. 50, 2, 1, 1, 1, 0, 0. ഈ വാല്യൂസിനാണ് മൊത്തം നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? റീപ്ലേസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ടേം നമുക്ക് 0 വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇതുകൊണ്ട് മൈനസ് ചെയ്താൽ മതി. അതായത് ജനറലി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്താണ്? y1 ചേഞ്ചസ് ടു y1 മൈനസ് y2 എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ എന്തൊക്കെയാണ്? 50 മൈനസ് 20 സമം എന്ത് കിട്ടും? 30. ഇവിടെ എന്ത് കിട്ടും? 2 മൈനസ് 2/5. 5 2 10, 10 2 8, അപ്പോൾ 8/5. ഇവിടെ 1 മൈനസ് 1 0, 1 മൈനസ് 0 1, 0 മൈനസ് 1/5 മൈനസ് 1/5, 0 മൈനസ് 0 0. അപ്പോൾ നമുക്ക് ഈ വാല്യൂനൊക്കെ എന്ത് ചെയ്യാം? ആ കോളത്തിലേക്ക് കൊണ്ടുവന്ന് ഇടാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 30. ഇവിടെ നിന്ന് എടുത്തു. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 8/5. ഇവിടെ നമുക്ക് 0. ഇവിടെ നമുക്ക് 1. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 1/5. ഇവിടെ നമുക്ക് 0. ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടിപ്പോയി. അപ്പോൾ ആ റോ കംപ്ലീറ്റ്. ഇനി അടുത്ത റോയിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. അപ്പോൾ ഞാൻ ആദ്യം റഫായിട്ട് വാല്യൂസ് എഴുതുന്നു. 90, 2, 3, 0, 0, 1. എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്?
ഈ 3 എന്തായിട്ട് മാറ്റണം? 0 ആയിട്ട് മാറ്റണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ y1 എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ, ബേസിക്കലി y3 ആയിരുന്നു. y5 എന്ത് മാറ്റാണ് വരേണ്ടത്? y5 മൈനസ് y5 എന്നോട് 3 ആ വന്നത്, ബാക്കി 3 ഇൻറ്റു y2 ഇങ്ങനെ കൊടുത്താലാണ് നമുക്കത് ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. y5 എന്ന് പറഞ്ഞാൽ 90 മൈനസ് 3 ഇൻറ്റു 20, അതായത് 90 മൈനസ് 3 2 6 60 സമം 30. അടുത്തത് എന്താണ് വരേണ്ടത്? 2 മൈനസ് 3 ഇൻറ്റു 2/5, അതായത് 2 മൈനസ് 3 2 6 6/5 which is equal to 5 2 10 10 6 പോയ 4/5. അടുത്തത് ഇവിടെ എന്ത് വരും? 3 മൈനസ് 3 ഇൻറ്റു 1 0, 0 മൈനസ് 3 ഇൻറ്റു 0 0, 0 മൈനസ് 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3/5. അവസാനത്തത് 1 മൈനസ് 0 ഇൻറ്റു 3 1. അപ്പോൾ ഈ വാല്യൂസ് ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാം. ആദ്യം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 30 4/5 0 0 മൈനസ് 3/5 1. ഓക്കെ, അപ്പം നമുക്ക് ടേബിൾ എന്ത് ചെയ്തു? നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ജോലി എന്താണ്? മുമ്പ് ചെയ്യുന്ന പോലെ ZJ മൈനസ് CJ എന്ന് പറയുന്ന ആളെ തപ്പിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? ഇസഡിൻ്റെ വാല്യൂ എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പോൾ ഇസഡിൻ്റെ ഇക്വേഷൻ ഞാൻ വീണ്ടും ഓർക്കുന്നു. എന്താണ്? 4x1 പ്ലസ് 100x2 പ്ലസ് 0x3 പ്ലസ് 0x4 പ്ലസ് 0x5. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 4 ഇൻറ്റു ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ y1 y2 y3 y2 y5 ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അസംഷൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്താണ്? x1 എന്ന് പറയുന്ന ആളുടെ വാല്യൂ തന്നെയാണ്, 0 തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വന്നിട്ടില്ല. രണ്ടാമത്തെ ടേബിൾ വന്നപ്പോൾ ഇവിടെ y2 വന്നിട്ടുണ്ട്, അതായത് y2ന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണുള്ളത്? x2 ആണുള്ളത്. അപ്പോൾ 10 ഇൻറ്റു x2ൻ്റെ വാല്യൂ y2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് x2ൻ്റെ വാല്യൂ, അതായത് 20 പ്ലസ് 0 ഇൻറ്റു x3യുടെ വാല്യൂ എത്രയാണ്? 30 പ്ലസ് 0 ഇൻറ്റു x4 എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ y4 ഇല്ല, ഇവിടെ x4ഉം ഇല്ല. അപ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കണം? 0 തന്നെ എടുക്കണം. x5 ഇവിടെ കിടക്കുന്നുണ്ട്, അപ്പോൾ അതായത് y5 ഇവിടെ കിടക്കണം. അപ്പോൾ x5ൻ്റെ വാല്യൂ 30 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടും? 0 പ്ലസ് 200 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 200. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 200 എന്ന് പറഞ്ഞ് നമുക്ക് വാല്യൂ കിട്ടി. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ZJ മൈനസ് CJയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ZJ മൈനസ് CJയുടെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? IZB മൈനസ് YJ ഡിവൈഡഡ് ബൈ CJ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ വാല്യൂ. പിന്നെ അടുത്ത് നമ്മൾ ZJ മൈനസ് CJ ആണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല മറക്കണ്ട, CB YJ മൈനസ് CJ. അപ്പോൾ ആദ്യം നമ്മൾ Z1 മൈനസ് C1 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുമ്പോൾ CB ഇൻറ്റു Y1 മൈനസ് C1. അപ്പോൾ CB ഇൻറ്റു Y1 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു 8/5 പ്ലസ് 10 ഇൻറ്റു 2/5 പ്ലസ് 0 ഇൻറ്റു 4/5
minus c1 is equal to 0 plus 20/5 plus 0 minus 4 is equal to 0. ഇപ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി z2 മൈനസ് c2 നോക്കി നോക്കാം. 0 into 0 plus 10 into 1 plus 0 into 0 into 0 plus 10 into 1 plus 0 plus 0 into 0 minus c2 അതായത് 10 which is equal to 0 plus 10 plus 0 minus 10 which is equal to 0. അപ്പോൾ ഈ ടൈം നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി z3 minus c3 equal to 0 into 0 0 10 സോറി മാറിപ്പോയി, കോളം മാറിപ്പോയി. 0 into y3 ആണ് വരുന്നത് 1 പ്ലസ് 10 into 0 plus 0 into 0 minus 0 എന്ത് കിട്ടും? 0. അപ്പോൾ ഈ ടൈം എന്ത് കിട്ടി? 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി അടുത്ത ടൈമിലേക്ക് പോകാം. z4 minus c4 0 into minus 1/5 plus 0 into 10 into 1/5 0 into minus 3/5 minus c4 0 which is equal to 0 plus 10/5 plus 0 minus 0 which is equal to 2. Finally, z5 minus c5 0 into 0 10 into 0 0 into 1 minus c4 എന്ന് പറയുമ്പോൾ അവിടെ 0 ആണ്, c5 എന്ന് പറഞ്ഞാൽ 0 which is equal to 0. അപ്പോൾ എന്താ കിട്ടി? 2 0. അപ്പോൾ നമ്മൾ ടേബിൾ വീണ്ടും എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കി 6th സ്റ്റെപ്പിലേക്ക് നമ്മൾ തിരിച്ചു വന്ന് നോക്കാം ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. സോറി 6th വേണ്ട, 5th സ്റ്റെപ്പിലേക്ക്. If all zj minus cj greater than or equal to 0, then the initial basic feasible solution xb is the optimum basic feasible solution. അതായത് നമ്മുടെ പരിപാടി ഇവിടെ വെച്ച് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഈ ടേബിളിലേക്ക് വീണ്ടും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ y1 എന്ന് പറഞ്ഞ ടേം കാണുന്നുണ്ടോ? ഇല്ല. y2 y3 ഒക്കെ കാണുന്നുള്ളൂ. y1 എന്ന് പറഞ്ഞ ടേം ഇല്ലാത്തതുകൊണ്ട് കറസ്പോണ്ടിങ് x1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല. ഓൾറെഡി നമ്മുടെ അസംഷൻ എന്താണ്? x1 എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്താണ്? 0 ആണെന്നുള്ളതാണ്. ഇനി x2ന്റെ കേസിൽ ഇവിടെ y2 എടുക്കുന്നുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് x2ന്റെ വാല്യൂ എന്താണ്? 20 ആണ്. അതുപോലെ മാക്സിമം ഓഫ് z-ന്റെ വാല്യൂ അപ്പോൾ നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ കിട്ടി വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? z is equal to 200. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ സൊല്യൂഷൻ. അതോട് കൂടിയിട്ട് ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇനി സപ്പോസ് ഇവിടെ വീണ്ടും നെഗറ്റീവ് ടേം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മളതിനെ ചൂസ് ചെയ്തിട്ട് വീണ്ടും ടേബിൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ ഫസ്റ്റ് ഐട്രേഷൻ ടേബിളാണ് വരച്ചത്, അതുപോലെ സെക്കൻഡ് ഐട്രേഷൻ ടേബിൾ വരയ്ക്കണം, അത് കഴിഞ്ഞ് തേർഡ് ഐട്രേഷൻ ടേബിൾ, അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓരോ ടേബിൾ കംപ്ലീറ്റ് z മൈനസ് cjയുടെ വാല്യൂ നമ്മൾ നോക്കും. അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം വെച്ചിട്ട് ബാക്കി മുന്നോട്ട് പോകണോ പോകണ്ടേ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? തീരുമാനിക്കും. ഓക്കെ, പ്രാക്ടീസിനായിട്ട് മറ്റൊരു പ്രോബ്ലം തരാം. Maximum z is equal to 6x1 minus 2x2. Substitute the constraint 2x1 minus x2 less than or equal to equal to 2, x1 less than or equal to 4, x1 x2 greater than or equal to 0. അപ്പോൾ നമ്മൾ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം?
സ്റ്റാൻഡേർഡ് ഫോം ആക്കണം. അത് കഴിഞ്ഞ ശേഷം മാട്രിക്സ് ഫോർമേഷൻ ആക്കിയതിന് ശേഷം ഇനീഷ്യൽ ടേബിൾ ഇതാണ് വരച്ച് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇതിനകത്ത് ഒരു -6 അതായത് ഒരു നെഗറ്റീവ് വാല്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ടേബിളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരയ്ക്കേണ്ട ഒരു ചെറിയ കാര്യം, ഇവിടെ വരച്ചൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇവിടെ മൈനസ് വാല്യൂ ആണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോളം മാർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ ഞാനിവിടെ ആ റേഷ്യോ കാണുന്നത് എഴുതിയിട്ടില്ല. ഇതിവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണെന്നാണ് ശരിക്കും ഇവിടെ XBI ഡിവൈഡഡ് ബൈ YI1 എന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത റേഷ്യോ നമ്മൾ കാണണം. ആ റേഷ്യോ കാണുമ്പോൾ നമുക്ക് കിട്ടാവുന്നത് ഏറ്റവും ചെറിയ വാല്യൂ ഇവിടെയുള്ള ഒരു വാല്യൂ ഇടേണ്ടി വരും. അത് ഞാൻ തൽക്കാലം കമ്പ്യൂട്ടർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, ലീഡിങ് എലമെൻ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഒരാൾ -6 ഉള്ളതുകൊണ്ട് നമ്മൾ അടുത്ത ടേബിളിലേക്ക് പോകണം, ഫസ്റ്റ് ടേബിളിലേക്ക് പോകണം. അവിടെ ഇതേപോലെ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1/2 എന്ന് പറയുന്ന ഈ എലമെൻ്റ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ y2 എന്ന് പറഞ്ഞ എലമെൻ്റ്, ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ചു, y1ന് പകരം y3നെ റീപ്ലേസ് ചെയ്യുന്ന ആര് വെച്ചിട്ടാണ്, y1 വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുക. ആ കോൾ അതേപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതി. അതുപോലെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ആരെ കിട്ടിയിരിക്കണേ, y4നെ ആര് വെച്ച് റീപ്ലേസ് ചെയ്യണം, y2 വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ y2 എഴുതി. അപ്പോൾ ഇതേപോലെ ഇവിടെ വന്നു നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കാരണം, ഇവിടെ ZJ - CJ എന്ന് പറഞ്ഞ വാല്യൂ കണ്ടപ്പോൾ ഇവിടെ -1 കിട്ടി. അതായത് നെഗറ്റീവ് വാല്യൂ ഇവിടെ കിട്ടി. അത് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ അടുത്ത ടേബിളിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഈ കോളം മാർക്ക് ചെയ്യും, റൗണ്ട് ചെയ്യും. അതിനുശേഷം മിനിമം വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. അങ്ങനെ രണ്ടും കൂടി ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് നമുക്ക് എന്ത് കിട്ടുക, 1/2 എന്ന് പറഞ്ഞ് കിട്ടുക. അത് കിട്ടാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് y2 വെച്ചിട്ട് ആരെ റീപ്ലേസ് ചെയ്യണം, y4 എന്ന് പറഞ്ഞാൽ റോനെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ZJ - CJ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതിനകത്ത് നെഗറ്റീവ് ആരുമില്ല. അങ്ങനെ നെഗറ്റീവ് ആരുമില്ല എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ നമ്മുടെ ഒപ്റ്റിമം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആരാ ഉള്ളത്, y1 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ y1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x1ൻ്റെ വാല്യൂ എന്താണ്, 4 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ വരുന്ന സമയത്ത് x1 = നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. ഇവിടെ വന്നിരിക്കണേ y2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x2 എന്ന് പറയുന്ന ആൾ നമുക്ക് ആരാണ് കിട്ടുക, 6 ആണ് കിട്ടിയിരിക്കുക. അപ്പോൾ x1 4ഉം x2 6ഉം ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് Z നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 12 കിട്ടും. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ചെയ്യേണ്ട ഈ റേഷ്യോ കാണുന്ന സ്റ്റെപ്പ് ഞാനിവിടെ എഴുതിയിട്ടില്ല. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം, അങ്ങനെ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്, മിനിമൈസ് Z = സംതിങ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ -Z കണ്ടുപിടിക്കണം. ആ -Z കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് വേണമെങ്കിൽ Z* എന്നോ Z bar എന്നോ അങ്ങനെ വേറെ ഏതെങ്കിലും വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് -Z എന്ന് പറഞ്ഞ് ചെയ്തിട്ട് അതിനെ മാക്സിമൈസ് എന്ന് പറഞ്ഞിട്ട് ഈ പ്രോബ്ലത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്തിട്ട് മാക്സിമൈസ് ചെയ്യുക. അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ മൈനസ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാല്യൂ യൂസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത് മിനിമം ഓഫ് Z = മാക്സിമം ഓഫ് -Z. ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യും, റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും, സൊല്യൂഷൻ കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഈ പ്രോബ്ലം ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്ത് നോക്കുക.